ഹലോ സുഹൃത്തുക്കളെ, ഇന്നുണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് മിൽക്ക് പുട്ടാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതെടുത്തത്, നെയ്യിൽ സോർട്ട് ചെയ്തതാണ്. ഇതിനകത്ത് ഒരല്പം ഷുഗർ ആഡ് ചെയ്യുവാണെങ്കിൽ ടേസ്റ്റിന് നല്ലതാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, പുട്ടുപൊടി പാലിൽ നനച്ചത്, പാല് അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്ത് വെള്ളം വെച്ച് നനയ്ക്കാവുന്നതാണ്. പാൽപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് തരുന്നത്. ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത്, ലേശം ഉപ്പ് ചേർത്ത് വേണം പൊടി നനയ്ക്കാനായിട്ട്. നമുക്ക് ഷുഗർ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ ക്യാരറ്റിനോട് കൂടെ അല്പം ഷുഗർ ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും. പിന്നെ ഡയബറ്റീസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ്. പക്ഷേ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അല്പം ഷുഗർ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അത് കൂടുതൽ ടേസ്റ്റി ആക്കും. ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചത് നമുക്ക് സ്റ്റീമറിലേക്ക് ഇനി മാറ്റാവുന്നതാണ്. സ്റ്റീമറിലേക്ക് മാറ്റുമ്പോൾ അല്പം തേങ്ങ ഇട്ട് കൊടുത്തു. ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ സെപ്പറേറ്റ് ചെയ്തായിട്ട് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞാൻ മിക്സ് ചെയ്യുന്നില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ലെയറായിട്ടിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തുണ്ടാക്കാം. ലെയറായിട്ടിടുമ്പോൾ അത് കാണാനൊരു രസം. മിക്സ് ചെയ്താലും നല്ലതാണ്. നമുക്ക് അടുത്ത പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് എല്ലാം മിക്സ് ചെയ്തെടുത്ത ഒരു മിക്സ്, അതിലേക്ക് പുട്ടിൻ്റെ മിക്സ് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തേങ്ങ ഇട്ടിട്ട് ബാക്കി ഈ മിക്സ് ചേർത്തു. വീണ്ടും ഇടയ്ക്ക് അല്പം തേങ്ങ ചേർത്ത് വീണ്ടും ഈ പുട്ടിൻ്റെ മിക്സ് ചേർത്ത് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അല്പം തേങ്ങയും ഇട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാം സ്റ്റീം ചെയ്ത് എടുത്തു. ഇപ്പോൾ കഴിക്കാനായി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള പുട്ടാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പുട്ട്, അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നു. ഇത് ക്യാരറ്റ് കൂടെ ചേർത്ത് അല്പം രുചി വ്യത്യാസത്തിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. എല്ലാവർക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അല്പം മധുരം ചേർക്കുകയാണെങ്കിൽ പഴത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ പഴം വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. Thank you.